എന്താ പേര് മോടെ? ദേവശ്രീ. ഏ? ദേവശ്രീ. ദേവശ്രീ. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ചിന്മയ. ഏ? ചിന്മയ. ചിന്മയ. എവിടെയാ സ്കൂള്? കോലഴി. ഏ? കോലഴി. അടിപൊളി. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, കല്ലറിക്കൽ ഫൗണ്ടേഷന്റെ ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്ന സന്ദേശവുമായി നമ്മുടെ വേൾഡ് കപ്പ് കൗണ്ട് ഡൗൺ ഷോ ഇന്ന് എത്തിയിരിക്കുന്നത് പാലക്കൽ FC-യിലാണ്. വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ടർഫിലാണ് നമ്മളുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് പാലക്കൽ FC-യിലെ കുട്ടികളും കോച്ചസും പാരന്റ്സുമാണ്. പാലക്കൽ FC-യിലെ കുട്ടികൾ രക്ഷയിലാണ്, നമുക്ക് നോക്കണ്ടേ? എൻ്റെ പേര് ബാബു ആൻറ്റോ. ഞാൻ പഴയ സന്തോഷ് ട്രോഫി പ്ലെയറാണ്. മഹാരാഷ്ട്ര കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ റിട്ടയർ ചെയ്തതിനു ശേഷം ഒരു 2 കൊല്ലമായി ഇവിടെ ക്യാമ്പ് നമ്മുടെ വെങ്ങണിശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഗ്രൗണ്ടിൽ ഞാൻ ചെയ്യുന്നു. അപ്പോൾ 1 കൊല്ലം ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അത് സമ്മർ വെക്കേഷൻ മോർണിംഗിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ ജൂൺ തൊട്ട് ഫെബ്രുവരി വരെ ഈവനിങ്ങിലും നമ്മൾ ക്യാമ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കൊല്ലമായിട്ടുള്ള കുട്ടികൾ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സാധാരണ റെഗുലർ കോഴ്സിൽ 10-30 കുട്ടികളുണ്ട്. ഇപ്പോൾ ഈ സമ്മർ വെക്കേഷൻ ആയ കാരണം ഒരു 10-30 കുട്ടികളും വേറെ ഉണ്ട്. മൊത്തം 19 കുട്ടികൾ നമ്മുടെ ക്യാമ്പിലുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 കൊല്ലമായിട്ട് ബാങ്കിന്റെ പെർമിഷൻ പ്രകാരം നമുക്ക് ഗ്രൗണ്ട് തന്നതിൽ ഞാൻ സെക്രട്ടറിനെ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കളിക്കാനുള്ള ഒരു അവസരം, പാലക്കലുള്ള പ്രദേശത്തുള്ള കുട്ടികൾക്ക് ഇവിടെ ഗ്രൗണ്ട് ഇല്ലാണ്ട് കുറേ പേര് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. പക്ഷേ ഇവിടെ ഒരു ഗ്രൗണ്ട് വന്നത് എന്തുകൊണ്ടും നമുക്ക് കുറേ കുട്ടികളെ വാർത്തെടുക്കാൻ സാധിക്കും. ഇതിന്റെ മുന്നോടിയായിട്ട്, ലോകകപ്പിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഇതിന്റെ ക്യാമ്പ് കൂടുതലായിട്ട് വിപുലീകരിച്ചിട്ടാണ് ചെയ്യുന്നത്. ബാബുചേട്ടൻ ഏത് കാലഘട്ടത്തിലാണ് സന്തോഷ് ട്രോഫി കളിച്ചതെന്ന് ഒന്ന് പറയാം? സന്തോഷ് ട്രോഫി കളിച്ചത് ഒരു 82 തൊട്ട് 86 വരെ. അതിൽ 82 തൃശ്ശൂർ നടന്ന സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന്റെ റിസർവ് പ്ലെയർ ആയിരുന്നു, ബെഞ്ചിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയ്ക്ക് പോയി ഓർക്കമിൽസിന് വേണ്ടി കളിച്ചു, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. അവിടുന്ന് ഒരു 5 കൊല്ലം മഹാരാഷ്ട്രയ്ക്ക് കളിച്ചിട്ട് ട്രാൻസ്ഫർ ആയിട്ട് 95 നാട്ടിലേക്ക് വന്നു. പിരിഞ്ഞാലക്കുട, പാലക്കല്, കൊടകര എന്നീ സ്ഥലങ്ങളിലൊക്കെ സേവന അനുഷ്ഠിച്ച് റിട്ടയറായി, ബാങ്കിൽ നിന്ന് റിട്ടയറായി. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ യാത്ര ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്നുള്ള സന്ദേശവുമായിട്ട് കല്ലറിക്കൽ ഫൗണ്ടേഷൻ നടത്തുന്ന ഈ യാത്രയെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാമെങ്കിൽ? ഇത് നമ്മുടെ സ്റ്റീഫൻ കല്ലറക്കൽ എന്ന് പറഞ്ഞ മാന്യ അദ്ദേഹം വളരെയധികം സന്തോഷ് ട്രോഫി പ്ലേയേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. 250 സന്തോഷ് ട്രോഫി പ്ലേയേഴ്സിനെ 250 പ്ലേയേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഒരു എപ്പിസോഡ് ഇനിയും ബാക്കി കിടക്കാണ്. അതിന്റെ ഇടയിലാണ് വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് ഒരു എപ്പിസോഡ്, 100 എപ്പിസോഡ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ തുടങ്ങണമെന്നുള്ള പരിപാടിയിൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പാലക്കൽ വന്നത്. പാലക്കൽ FC-ക്ക് വേണ്ടി നമ്മളോട് സഹകരിക്കാനും നമ്മുടെ ഇതൊരു എപ്പിസോഡ് അവർക്ക് എടുക്കാൻ 100 എപ്പിസോഡാണ് എടുക്കുന്നത്. അത് മാർച്ച് 3 മുതൽ അദ്ദേഹത്തിന്റെ പ്രയാണം തുടങ്ങി. അത് ഓരോ ശനി ഞായർ ഒഴിവ് കിട്ടുമ്പോൾ അദ്ദേഹം പല ഗ്രാസ് റൂട്ട് അക്കാഡമികളിൽ പോയിട്ട് അവര് അതിനെ പറ്റി വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരെല്ലാവരും 100 എപ്പിസോഡ് ജൂൺ 11 ഉള്ളിൽ അവസാനിപ്പിക്കണം എന്നുള്ള ധൃതിയിലാണ് നിൽക്കുന്നത്. ജൂൺ 11 വരെ അദ്ദേഹം പല ഡിസ്ട്രിക്റ്റുകളും സന്ദർശിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ പ്രാവശ്യം ഈ ഏപ്രിൽ മാസം നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് കവർ ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇനി പോലെ മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹം നല്ലൊരു വർക്കാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സ്റ്റീഫൻ കല്ലറക്കൽ. ഞാൻ ഈ സഹകരണ ബാങ്കിന്റെ ഡയറക്ടറാണ്. പാലക്കലാണ് താമസം. ഞങ്ങളുടെ പാലക്കൽ വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് എല്ലാ കളിക്കാർക്കും ഭാവിയിലെ IM വിജയനും ഒക്കെ ആവാനായിട്ടാണ് ഇവിടെ ഈ ടർഫ് തന്നെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. പിള്ളേരെ നല്ല ഉല്ലാസമുള്ള പിള്ളേരെ മാറ്റാനാണ് നമ്മൾ ബാങ്ക് ഈ ടർഫ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട വേൾഡ് കപ്പ് ടീം ഏതാണ്? അർജന്റീനയാണ്. ഇഷ്ടപ്പെട്ട കളിക്കാരനോ? മെസ്സിയാണ്. ഓക്കെ. സാറ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ ബാല്യത്തില്? ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് അങ്ങനെ സ്കൂളിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് മഹേഷ്. എൻ്റെ മോനിവിടെ പാലക്കൽ FC-യിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ലഹരി മുക്ത ഭാരതം എന്ന ഇതിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ ടീം ഏതാ? ബ്രസീൽ. ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ? മെസ്സിയാണ്. ടീം ബ്രസീൽ ആണെങ്കിലും ഇഷ്ടപ്പെട്ട കളിക്കാരൻ മെസ്സിയാണ്.
ഓക്കെ. എന്താ ചെയ്യുന്നത്? ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങള് ഫുട്ബോൾ കളിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും ആദ്യം ഒരു ഫീൽ എന്താണ്? സന്തോഷം, വളരെയധികം. ഇവരുടെ ഇമ്പ്രൂവ്മെന്റ്, ഓരോ ക്ലാസ്സിലുള്ള ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഇത്രയും നല്ലൊരു ടർഫ് കിട്ടിയത് തന്നെ നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇത്രയും ഗ്രാമത്തിൽ ഇത്രയും നല്ല സൗകര്യം കിട്ടുക, ഇത് കുട്ടികളെ നന്നായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. ഇതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിയും അവരുടെ യശസ്സും മാനവളവും ഉയർത്തണമെന്ന് ഞാനിവിടെ ആശംസിക്കുന്നു. എൻ്റെ പേര് പ്രതീഷ്. ഞാൻ അവണശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ്. അവണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. എനിക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയാനുള്ളത്, ഞാനൊരു ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിന് തുടക്കം കുറിച്ച ഒരു വ്യക്തിയാണ്. ഒരു ഓപ്പൺ സ്ഥലം കണ്ടെത്തി ഏകദേശം അത് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി നമ്മൾക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ലഹരി എന്ന് പറയുന്നത് നമ്മുടെ IM വിജയൻ പറയുന്ന പോലെ ലഹരി ഫുട്ബോളിനോട് ആവണം, അല്ലെങ്കിൽ സ്പോർട്സിനോടാവണം. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതാണ് ജീവിതത്തിന്റെ ലഹരിയായിട്ട് മാറേണ്ടത്. മറ്റു ലഹരികൾ നമുക്ക് ഉപേക്ഷിക്കാം. എൻ്റെ പേര് ബിജേഷ്. ഞാൻ കേരള സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ D ലൈസൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാലക്കൽ FC എന്ന ഈ ക്യാമ്പിൻ്റെ ഇപ്പോൾ അസിസ്റ്റന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ ഉണ്ട് സാറിൻ്റെ കൂടെ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം അർജന്റീനയാണ്. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ട കളിക്കാരൻ റൊണാൾഡോ ആണ്. ടീം അർജന്റീനയാണ്, പക്ഷേ ഇഷ്ടപ്പെട്ട കളിക്കാരൻ റൊണാൾഡോ ആണ്. ഓക്കെ. ഷേളി ബാബു ഇവിടെ കോച്ചിന്റെ വൈഫാണ്. ഞങ്ങളുടെ വീടിന് മൊത്തം ഫുട്ബോളിന്റെ ഒരു ലഹരി തന്നെയാണ്. പിന്നെ ഇപ്പോൾ വേൾഡ് കപ്പ് തുടങ്ങാനുള്ള കാര്യങ്ങളുമായിട്ട് ഉള്ള സ്റ്റീഫൻ സാറിന്റെ പ്രയാണത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ വേൾഡ് കപ്പ് ഫുട്ബോൾ. എൻ്റെ പേര് ഫെമി. എൻ്റെ മോൻ ഇവിടെ 2 വർഷമായിട്ട് ഈ ക്യാമ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ തന്നെ കളിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സേവ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഫുട്ബോൾ മാച്ചുകൾ കാണാറുണ്ടോ? എൻ്റെ ഹസ്ബൻഡ് പിള്ളേരാണ് കൂടുതൽ. എനിക്ക് ആധികാരികമായിട്ട് ഇതിനെ പറ്റി അറിയില്ല. പക്ഷെ ഞാൻ ഇവർ കൂടി ഒന്ന് കളി കാണാറുണ്ട്. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളിക്കാരന്റെ പേര് പറയാമോ? മെസ്സി. അർജന്റീന. തിരുവനന്തപുരത്ത് സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്നു. മറ്റേ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീം ഏതാ? ഫുട്ബോൾ ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ട കളിക്കാരനാരാ? മെസ്സിയാ? മെസ്സി ഏത് ടീമിലാ മെസ്സി? അതറിയോ? മെസ്സിയുടെ ടീം ഏതാ? അർജന്റീനയാണ് അല്ലേ? വെരി ഗുഡ്, താങ്ക് യു. ഞാൻ കണ്ണൂർ കെൽട്രോണ കളിച്ചിരുന്ന ഒരു 5 കൊല്ലം. ഇപ്പോൾ പാലക്കിൽ ഈ ക്ലബിൽ എൻ്റെ മോനുണ്ട്. പിന്നെ 2000 ആ ടൈമിൽ സന്തോഷ് ട്രോഫി ക്യാമ്പിലുണ്ടായിരുന്നു. ഫൈനൽ സെലക്ഷനിൽ നമ്മളെ ഒഴിവാക്കി എന്ന് പറയാം. അതുപോലെ ഇഷ്ടപ്പെട്ട ടീം ബ്രസീലാണ്. പ്ലെയർ മെസ്സി. ഓക്കെ, താങ്ക് യു. അപ്പോൾ പാലക്കൽ FCയുടെ കൂടെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതുപോലൊരു എപ്പിസോഡ് നിങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ, അക്കാഡമിയിൽ വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും എത്തുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഞാനത് എടുത്തോളാം.